അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നാ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വെറൈറ്റി ദോശയുടെ റെസിപ്പിയാണ്. ഈ റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുൻപ് ഈ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എന്നുള്ളത് ഒന്ന് പ്രസ് ചെയ്യണം. അപ്പോൾ ഞാനിടുന്ന വീഡിയോ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ആദ്യം ഒരു ഉരുളക്കിഴങ്ങ് എടുത്ത് അതിൻ്റെ തൊലി കളഞ്ഞ് കട്ട് ചെയ്ത് മാറ്റി വെച്ചു. ഉരുളക്കിഴങ്ങ് വേവിക്കാൻ വേണ്ടി ഒരു കടായി എടുത്തു. കട്ട് ചെയ്ത ഉരുളക്കിഴങ്ങ് അതിലേക്ക് ഇട്ട് കൊടുത്തു. അത് വേവാൻ വേണ്ടി പാകത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തു. അതിലേക്ക് 1/2 ടീസ്പൂണും ഉപ്പ് ഇട്ടു. ഒരു പാത്രം എടുത്ത് മൂടി വെച്ച് 10 മിനിറ്റ് നേരം അത് വേവിക്കാൻ വേണ്ടി വെച്ചു. 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഒരു 3/4% വെന്ത് തുടങ്ങി. അതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുത്തു. ഒരു തവ വെച്ച് അതൊന്ന് ഇളക്കി യോജിപ്പിച്ചു. 2-3 മിനിറ്റ് നേരം അതിൻ്റെ വെള്ളം വറ്റാൻ വേണ്ടി ഒന്നും കൂടി മൂടി വെച്ചു. 3 മിനിറ്റ് നേരം കഴിഞ്ഞപ്പോൾ വെള്ളം നല്ലവണ്ണം വറ്റി തുടങ്ങി. ഒരു തവ എടുത്ത് ചൂട്ടോടുകൂടി ഉരുളക്കിഴങ്ങ് ഉടച്ച് കഷ്ണങ്ങളില്ലാതെ നല്ലവണ്ണം ഉടച്ച് മിക്സ് ആക്കണം. ഞാനിവിടെ ദോശ ഉണ്ടാക്കുന്നത് ഗോതമ്പത്തിൻ്റെ പൊടി വെച്ചാണ്. എന്നാൽ നമുക്ക് ദോശയുടെ മാവ് തയ്യാറാക്കാം. ആദ്യം ഒരു പാത്രം എടുത്തു അതിലേക്ക് 1 ഗ്ലാസ് പൊടി ഇട്ട് കൊടുത്തു. പൊടി അളന്ന അതേ ഗ്ലാസ്സിൽ തന്നെ 1 ഗ്ലാസ് വെള്ളം എടുത്തു. ആ പൊടിയിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുത്തു. ഈ പൊടി കലക്കുന്നത് ചുടുവെള്ളം കൊണ്ടല്ല, സാധാ നോർമൽ വാട്ടർ കൊണ്ടാണ് ഈ പൊടി കലക്കിയെടുക്കുന്നത്. ഈ പൊടിയിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് ഇളക്കി യോജിപ്പിച്ചു. ആദ്യം തന്നെ വെള്ളം തോനെ ഒഴിക്കരുത്. കുറേശ്ശെ ഒഴിച്ച് കൊടുത്ത് പൊടി നല്ലവണ്ണം മിക്സ് ചെയ്യണം. ഒരുപാട് വെള്ളം ആദ്യം തന്നെ ഒഴിച്ചാൽ പൊടി കട്ട കെട്ടും. അപ്പോൾ അത് മിക്സ് ചെയ്ത് എടുക്കാൻ വളരെ പ്രയാസമാണ്. അതുകൊണ്ടാണ് കുറേശ്ശെ വെള്ളം ആദ്യം തന്നെ ഒഴിച്ച് കൊടുക്കേണ്ടത്. എന്നിട്ട് നല്ലവണ്ണം ഇളക്കി മിക്സ് ചെയ്യണം. കട്ട കൂടാതെ മിക്സ് ചെയ്ത് എടുക്കണം. ഞാൻ കുറച്ചീച്ച വെള്ളം ഒഴിച്ചിട്ടാണ് മിക്സ് ചെയ്തെടുക്കുന്നത്. കുട്ടികൾ 2 9 മണിയാകുമ്പോഴേക്ക് സ്കൂളിലേക്ക് പോകണം. അപ്പോഴേക്കും ചായക്കടി റെഡിയാക്കണം. വലിയ മകൾക്ക് ഭക്ഷണം കൊണ്ടുപോകണ്ട. അവൾക്ക് ഒരു നേരത്തെ ഉച്ചവരേക്കുള്ള പഠിപ്പാണ്. +2 കഴിഞ്ഞിട്ട് കോഴ്സ് എടുത്തതാണ്. അവൾ നഴ്സിങ്ങിൻ്റെ കോഴ്സാണ് പഠിക്കുന്നത്. ചെറിയ 2 മക്കൾക്കാണ് നമ്മൾ ഫുഡ് ഉണ്ടാക്കി കൊടുക്കേണ്ടത്. അത് അവർക്ക് ഭക്ഷണമൊന്നും വേണ്ട, ചായക്കടി മാത്രം മതി എന്ന് പറയും. അപ്പോൾ അവരെ ബോക്സിലേക്ക് 2 ആൾക്കും ചായക്കടി തയ്യാറാക്കും. കട്ട പിടിക്കാതെ ദോശൻ്റെ മിക്സ് നല്ലവണ്ണം ഇളക്കി യോജിപ്പിച്ച് എടുത്തു. അതിലേക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ച ഒരു സവാള പൊടിയായി അരിഞ്ഞിട്ടാണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തത്. 2 തണ്ട് കറിവേപ്പിൻ്റെ ഇലയും 2 ഇല്ലി മല്ലിച്ചപ്പും കട്ട് ചെയ്ത് അതും ഇതിലേക്ക് ഇട്ട് കൊടുത്തു. നേരത്തെ വേവിച്ച് വെച്ച ഉരുളക്കിഴങ്ങിൻ്റെ മിക്സും ഇതിലേക്ക് ഇട്ട് കൊടുത്തു. ഒരു തവ എടുത്തു എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ചു. പൊടിയിലേക്ക് ഉരുളക്കിഴങ്ങിൻ്റെ കൂട്ട് യോജിക്കാൻ നല്ലവണ്ണം ഇളക്കി കൊടുക്കണം. അത് കട്ടായത് കാരണം പെട്ടെന്ന് അത് കലങ്ങിപ്പോരില്ല. അപ്പം നല്ലവണ്ണം അത് സമയമെടുത്ത് ഇളക്കി യോജിപ്പിക്കണം. ഞാൻ ദോശ ഉണ്ടാക്കുന്നത് ഗ്യാസ് സ്റ്റൗവിൽ വെച്ചിട്ടല്ല, ഇന്ന് വിറകടുപ്പിൽ വെച്ചിട്ടാണ് ദോശ ഉണ്ടാക്കുന്നത്. വിറകടുപ്പിൽ ഓലയും വിറകും വെച്ചു തീ കത്തിച്ചു. തീ നല്ലവണ്ണം കത്തിയപ്പോൾ അതിൻ്റെ മേലെ ദോശച്ചട്ടി വെച്ച് കൊടുത്തു. നമ്മൾ ദോശ വയ്ക്കുന്ന ഇരുമ്പിൻ്റെ ദോശച്ചട്ടിയാണ് വെച്ച് കൊടുത്തത്. ഇന്ന് വിറകടുപ്പിൽ വെച്ചിട്ട് ദോശ ഉണ്ടാക്കാനുള്ള ആഗ്രഹം കൊണ്ടാണ് ഇന്ന് വിറകടുപ്പിൽ വെച്ച് ദോശ ഉണ്ടാക്കുന്നത്. ചട്ടി ചൂടായതിന് ശേഷം ഒരു ബ്രഷ് വെച്ച് അതിലേക്ക് ഓയിൽ തടവി കൊടുത്തു. ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ഓയിൽ ചൂടായതിന് ശേഷം അതിലേക്ക് കുറച്ച് മാവ് ഒഴിച്ച് കൊടുത്തു. ഒന്ന് ചുറ്റിച്ചു. അധികം ബലം കൊടുക്കാതാണ് മാവ് ചുറ്റിച്ചെടുക്കുന്നത്. ദോശ വലുതായി കിട്ടാൻ അധികം ബലം കൊടുക്കാതെ പരത്തണം. അപ്പോഴാണ് വലിയ ദോശ കിട്ടുള്ളൂ.
ഒരു ഭാഗം കുക്കായപ്പോൾ അതിൻ്റെ മേലെ എണ്ണ തടവി കൊടുത്തു. എന്നിട്ട് 1-2 മിനിറ്റ് കഴിഞ്ഞാൽ അതൊന്ന് മറിച്ചിട്ട് കൊടുക്കണം. 2 വശം കുക്കായാൽ ആ ദോശ എടുത്ത് വാങ്ങി വെക്കണം. അപ്പം നമ്മുടെ ആദ്യത്തെ ദോശ ഇവിടെ തയ്യാറായി. വിറകടുപ്പിൽ ഉണ്ടാക്കുമ്പോൾ തീ അധികം കത്താൻ പാടില്ല. നല്ലവണ്ണം കത്തിയാൽ ഉണ്ടാക്കുന്ന പലഹാരം കരിഞ്ഞു പോകും. അതുകൊണ്ട് ഒരു മീഡിയം രീതിയിൽ വെച്ച് കത്തിക്കണം. ചൂടായ ചട്ടിയിലേക്ക് എണ്ണ തേച്ച് കുറച്ച് മാവ് അതിലേക്ക് ഒഴിച്ച് കൊടുത്തു. എന്നിട്ട് ഒരു തവ വെച്ച് പതിയെ ചുറ്റിച്ച് കൊടുത്തു. അതൊരു ഭാഗം കുക്കായാൽ അതിൻ്റെ മേലേക്ക് കുറച്ച് എണ്ണ തടവി കൊടുക്കണം. ഒരു ബ്രഷ് വെച്ച് എല്ലാ ഭാഗത്തേക്കും എണ്ണ തടവി കൊടുക്കണം. എന്നിട്ട് 1-2 മിനിറ്റ് നേരം അതൊന്ന് കുക്കാവാൻ വെക്കണം. 1 മിനിറ്റ് കഴിഞ്ഞാൽ അത് ഒരു ചട്ടകം വെച്ച് ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം. മറുവശം കുക്കായി വന്നാൽ അത് എടുത്ത് വാങ്ങി വെക്കണം. വീണ്ടും ചൂടായ ചട്ടിയിലേക്ക് എണ്ണ തടവി കൊടുക്കണം. എന്നിട്ട് പൊടി ഓരോ തവണയും പൊടി ഒഴിച്ച് കൊടുക്കുമ്പോൾ അത് നല്ലവണ്ണം ഇളക്കണം. അല്ലെങ്കിൽ അടിയിൽ കട്ടായി നിൽക്കും. അപ്പോൾ നല്ലവണ്ണം ഇളക്കി കുറച്ച് മാവ് ചട്ടിയിലേക്ക് ഒഴിച്ച് കൊടുത്തു. എന്നിട്ട് അത് നല്ലവണ്ണം ചുറ്റിച്ച് എടുത്തു. ചട്ടി നല്ലവണ്ണം ചൂടായാൽ മാവ് ചുറ്റിക്കാൻ പ്രയാസമാണ്. കയ്യിലുമ്പോൾ തന്നെ പിടിച്ച് മാവ് ഒട്ടി വരും. അപ്പം അത് കാരണം പതിയെ ചുറ്റിച്ച് കൊടുക്കണം. അടപ്പ് നല്ല സ്ട്രോങ് ആയിട്ട് കത്താനും പാടില്ല. അങ്ങനത്തെ പ്രശ്നമൊക്കെ വിറകടുപ്പിലുണ്ട്. ദോശ ചിലത് നല്ല വലുപ്പത്തിൽ ചുറ്റിച്ചെടുക്കാൻ പറ്റും. ചിലത് നമുക്ക് കൂടുതലും ചുറ്റിക്കാൻ പറ്റില്ല. അപ്പോഴേക്കും കുക്കായി കഴിഞ്ഞിട്ടുണ്ടാവും. ഒരു വശം കുക്കായി വന്നിട്ടുണ്ട്. അതിൻ്റെ മേലേക്ക് എണ്ണ തടവി കൊടുത്ത് 1 മിനിറ്റ് കഴിഞ്ഞാൽ അതൊന്ന് മറിച്ചിട്ട് കൊടുക്കണം. അത് കുക്കായി കഴിഞ്ഞാൽ വാങ്ങി വെക്കുക. അപ്പോൾ നമ്മുടെ ദോശ എല്ലാം ഇവിടെ ചുട്ട് തയ്യാറായി. കുട്ടികൾക്ക് ചപ്പാത്തി തിന്ന് മടക്കുമ്പോൾ ഇതുപോലത്തെ വെറൈറ്റി പലഹാരങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം. അപ്പോൾ അവർ സന്തോഷത്തോടു കൂടി കഴിക്കും. അവർക്കും തന്നെ അവരെ സന്തോഷമാണ്, നമുക്കും ഏറ്റവും വലുത്. അവർ ഭക്ഷണം സന്തോഷത്തോടു കൂടി കഴിക്കുമ്പോൾ നമുക്ക് മനസ്സിന് ഒരു സന്തോഷമാണ് കിട്ടുന്നത്. അപ്പോൾ ഇതുപോലത്തെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊടുക്കണം. ഇതിൻ്റെ കൂടെ ഒരു തക്കാളി ചട്നിയും ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഈ വീഡിയോയിൽ കാണിക്കാത്തതാണ്. ഈ റെസിപ്പി നിങ്ങൾ ചെയ്ത് നോക്കി അതിൻ്റെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കണം. പ്ലീസ് മറക്കരുത്. നിങ്ങൾക്കെല്ലാവർക്കും സുഖമാണെന്ന് കരുതിക്കൊണ്ട് ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്.